പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വന്ദനം. യോസേപ്പിനെ കുഴിയിൽ സഹോദരന്മാർ തള്ളിയിട്ടു. ഇത് നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുള്ള ഭാഗമാണ്. കുഴിയിലിട്ട സഹോദരന്മാർ കരയിൽ നിൽക്കുകയാണ്. കുഴിയിൽ കിടക്കുന്ന യോസേപ്പ് ചിന്തിച്ചു, ഇപ്പോൾ സഹോദരന്മാർ എന്നെ തിരികെ കയറ്റും. അവർ ചിലപ്പോൾ കളിയായിട്ടായിരിക്കും, ചിലപ്പോൾ ഒരു തമാശയ്ക്കായിരിക്കും അവരെന്നെ കുഴിയിൽ ഇട്ടത്. മുകളിലിരിക്കുന്നവരുടെ ഒറ്റ ചിന്ത, അവൻ്റെ സ്വപ്നം, അവൻ്റെ ദർശനം എന്ന് പറഞ്ഞ് അവർ യോസേപ്പിന് നേരെ പല്ല് കടിച്ചായിരിക്കാം ചിലപ്പോൾ നിന്നത്. ചില സമയങ്ങൾ കഴിഞ്ഞപ്പോൾ, മണിക്കൂറുകൾ മുന്നോട്ട് പോയപ്പോൾ യോസേപ്പിനെ അവർ തിരികെ കയറ്റുകയാണ്. യോസേപ്പ് ചിന്തിച്ചു, എൻ്റെ സഹോദരന്മാർക്ക് എന്നോട് സ്നേഹം തോന്നി എന്നെ തിരികെ കയറ്റിയതാണ്. അല്ല, അവനെ വിറ്റുകളഞ്ഞു. അതേ പ്രിയപ്പെട്ടവരെ, നീ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല മറ്റുള്ളവരുടെ പ്രതികരണം, അവരുടെ ഹൃദയതാളം, അവരുടെ ഹൃദയ വിചാരങ്ങൾ. എങ്ങനെയെങ്കിലും നിന്റെ സ്വപ്നം തകർക്കാൻ, എങ്ങനെയെങ്കിലും നിന്റെ ദർശനം തകർക്കാൻ ചിലവർ വെമ്പൽ കൊള്ളുമ്പോൾ, അവരുടെ വെമ്പലുകൾ, അവരുടെ ചിന്തകൾ കപ്പുറമായി ദൈവം അവരുടെ പ്ലാനുകളെ തെറ്റിച്ച് നിന്നെ ഇരുത്തേണ്ടടുത്തിരുത്തി നിന്റെ തലയെ അവൻ ഉയർത്തിയിരിക്കും. ആയതിനാൽ പ്രിയപ്പെട്ട സഹോദര, സഹോദരി, മാതാവേ, പിതാവേ, കുഞ്ഞേ, സ്വപ്നവും ദർശനവും നിന്റെ മുന്നിലുണ്ടെങ്കിൽ, ദർശനവും സ്വപ്നവും തന്നവൻ അതിനെ പൂർത്തീകരിക്കേണ്ടതാകയാൽ നീ ഭയപ്പെടരുത്. കഷ്ടതകൾ നിന്റെ മുന്നിലുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, ഒറ്റപ്പെടുത്തലുകളുണ്ട്, അപവാദങ്ങളുണ്ട്. എല്ലാ മേഖലകളിൽ നിന്നും നീ ഒറ്റപ്പെട്ടവളെ പോലെ ആയിരിക്കാം. പതറിപ്പോകല് കേട്ടോ. കർത്താവ് കരത്തിൽ പിടിച്ചിട്ടുണ്ട്. കാരണം ദർശനം പൂർത്തീകരിക്കണം, സ്വപ്നം പൂർത്തീകരിക്കണം. ആയതിനാൽ അത്രേ നിന്നെ ദൈവം ആ പോയിന്റിലൂടെ ദൈവം നടത്തുന്നത്. ധൈര്യമായിരിക്കുക. അവൻ്റെ കരം പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുങ്ങിപ്പോയിട്ടില്ല. കേൾപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ ചെവി മന്ദമായി പോയിട്ടില്ല. അവൻ്റെ കരം നിനക്ക് അനുകൂലമായി ഇന്ന് പകൽ ചലിക്കും. ധൈര്യമായിരിക്കുക. കാരണം സ്വപ്നം തന്നവൻ ദൈവമത്രേ. ഗോഡ് ബ്ലസ് യു.